ഇതിലേക്ക് ക്ഷണിച്ചത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുള്ളത്, അതെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇവരുടെ ജീവിതത്തിലെ 5 വർഷത്തോളം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവരോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 5 വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോകുന്നത്? നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആ സമയം എന്തിനാണ് ഇങ്ങനെ കളയുന്നത്? അതിന് മറുപടി അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: 1.5 വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം കോവിഡ് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിട്ട് മാത്രമാണ് ഈ ഒരു 5 വർഷത്തേക്ക് കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക, ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ, അവരെ ഒന്നും ഓർത്തിരിക്കുകയുള്ളൂ. ഞാൻ ഇവരുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് കാഞ്ഞിരപ്പള്ളിയുടെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അതിനുശേഷമാണ് പ്രിൻസിപ്പൽ അനുഭവത്തോടു കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇവരാണെങ്കിലും അങ്ങോട്ട് പൈസ ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇവരുടെ ആ വണ്ടിയും അല്ലെങ്കിൽ ഇവരുടെ മുഖവും കാണുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരികയാണ്. കാരണം അത്രയും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ച വ്യക്തികളാണ്. അങ്ങനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ എൻ്റെ പേര് രമേഷാണ്. നമ്മുടെ കൂടെ നിജെന്ന പേര്. ഞാൻ വയനാട് അമ്പലവയൽ നിന്നാണ്. എൻ്റെ സ്വദേശം വയനാട് അമ്പലവയലാണ്. മറ്റേ ആൾ കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയും. അപ്പം ഞങ്ങൾ ശരിക്കും 2020 ഡിസംബർ 10-നാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ യാത്ര പോകുന്നത്. അന്ന് ഞങ്ങൾ 2 സൈക്കിൾ മാത്രമായിരുന്നു. ടെൻറ്റിലേക്ക് സാധാ യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ പോകുന്നുണ്ടല്ലേ, അതേപോലെ ടെൻറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ടെൻറ്റിലൊക്കെ താമസിച്ചുകൊണ്ട് സൈക്കിൾ പോയിക്കൊണ്ടിരുന്നു. കാസർഗോഡും കണ്ണൂരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴക്കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ആശയമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന സൈക്കിൾ കയറാവുന്നത്. ഇപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ കയറാനാണ് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കടന്നുറങ്ങാനും മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറിയിട്ട് വേൾഡ് ഫസ്റ്റ് സൈക്കിൾ കയറാമെന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കാണും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്? അപ്പൊ എല്ലാവരും വ്യത്യസ്ത രീതിയിൽ നടന്നിട്ടും ബൈക്കിനും കാറിനും വ്യത്യസ്ത രീതിയിൽ ആ യാത്ര പോകാറുണ്ട്. അപ്പൊ നമ്മുടെ യാത്ര ഞങ്ങൾ തീരുമാനിച്ചു വയനാട് നിന്ന് കാശ്മീർ വരെ പോകുന്നു. ഈ പോകുന്ന പോക്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു അടയാളം, നമ്മൾ ജീവിച്ചിരിക്കുന്നു ഒരു അടയാളം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ 1 രൂപ എന്നൊരു ആശയം കിട്ടി. അപ്പൊ ഈ 1 രൂപയ്ക്ക് നമുക്ക് ഈ യാത്രയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പൊ ആദ്യം ഞങ്ങൾ തീരുമാനിച്ച കുറച്ച് രോഗികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തീരുമാനം. അങ്ങനെ ഞങ്ങൾ ആ തീരുമാനം മാറ്റിയിട്ട് അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വീടെന്ന് പറഞ്ഞുണ്ടാക്കി. ഇപ്പൊ പല ആൾക്കാർക്കും വീടെന്ന് പറഞ്ഞാൽ ഇവിടെ വീടില്ലാത്ത ആരെങ്കിലുണ്ടോ? ആരെങ്കിലും സ്വന്തമായിട്ട് പോകാനില്ലാത്ത ആരെങ്കിലുണ്ടോ? എല്ലാവർക്കും ഉണ്ടല്ലേ? വീട് നല്ല കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് വീടില്ലാത്തവരുണ്ട്. അതിൽ ആരോഗ്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പൊ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും പറ്റും. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഭിന്നശേഷിക്കാരായ 5 കുടുംബങ്ങളെ നമ്മൾ കളക്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഒന്ന് അധ്വാനിക്കാനോ 2 സെന്റ് സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ 5 കുടുംബങ്ങളെ ഈ യാത്ര തന്നെ കണ്ടുപിടിക്കുക, അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളെ ആ യാത്രയുടെ ഉദ്ദേശമാക്കി. അങ്ങനെ 2021 ഡിസംബർ 10-ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ 10 ജില്ല കവർ ചെയ്തു. വയനാട് നിന്ന് ഇറങ്ങി കാസർഗോഡ് മുതൽ നമ്മുടെ കോട്ടയം വരെ എത്തി. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇല്ലെങ്കിൽ വരുന്ന വഴിക്ക് ആൾക്കാർ കുറഞ്ഞ 100 രൂപ പോലുള്ള സംഭാവനകൾ കളക്ട് ചെയ്തിട്ട് വയനാട് 22 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി അവിടെ 5 വീടുള്ള തറയുടെ പണികൾ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ യാത്ര പിന്നെ ഞാനിത് ശരിക്കും കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വയനാടായതുകൊണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 9 വർഷം മുമ്പ് റീചാർജിലുള്ള ബന്ധത്തിലാണ് ഈ ഒരു മിഷനായിട്ട് ഞങ്ങൾ എത്തിയത്. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഞാൻ പറയാനുള്ള കൂടുതൽ ചോദിക്കണം. അതൊക്കെ ഇഷ്ടമല്ലേ?